ഹലോ, വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പോൾ നമ്മളിന്ന് 28ാമത്തെ ദിവസമാണ് ഇന്ന് നോക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നോക്കുന്നത് ഫിസിക്സ് ആണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് നമ്മൾ നോക്കുന്നത് ഫിസിക്സ് ആണ് കേട്ടോ. ഒന്ന് ഫിസിക്സ് ട്രാൻസ്ഫോമർ എന്നുള്ള ഭാഗമാണ്. പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്തുവാനോ താഴ്ത്തുവാനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്? പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണത്തെയാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആകാനും കൂടിയ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടേജ് ആക്കാനും ഉപയോഗിക്കുന്നു. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കാനും കൂടിയ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടേജ് ആക്കാനും ഉപയോഗിക്കുന്നു. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റുകളുടെ എണ്ണവും അതിലെ പ്രേരിതമാകുന്ന EMFും തമ്മിലുള്ള ബന്ധമാണ് വി എസ് ഡിവൈഡഡ് ബൈ VP NS ഡിവൈഡഡ് ബൈ NP. VP എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി വോൾട്ടതയാണ്. VP എന്ന് പറയുന്നത്. VS എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടത. NP എന്ന് പറയുന്നത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണവും NS എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണവുമാണ്. ഒരു ട്രാൻസ്ഫോമറിൽ മറ്റ് ഊർജ്ജ നഷ്ടങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പ്രൈമറി പവറും സെക്കൻഡറി പവറും തുല്യമായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിൽ മറ്റ് ഊർജ്ജ നഷ്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പ്രൈമറി പവറും സെക്കൻഡറി പവറും തുല്യമായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ പവർ സെക്കൻഡറിയിലെ പവർ. അപ്പോൾ പവർ വോൾട്ടത ഇൻറ്റു കറണ്ട് ആണ്. അതായത് VP ഇൻറ്റു IP VS ഇൻറ്റു IS ആണ്. അപ്പം അത് വരുന്നത് IP ഡിവൈഡഡ് ബൈ IS VS ഡിവൈഡഡ് ബൈ VP. അപ്പം IP എന്ന് പറയുന്നത് പ്രൈമറിയിലെ കറണ്ടാണ്. IS എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ കറണ്ടാണ്. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് നോക്കുന്നത്. എ സിയുടെ വോൾട്ടത ഉയർത്തുന്നു. പ്രൈമറിയിൽ ഉപയോഗിക്കുന്നത് വണ്ണം കൂടിയ കമ്പിയാണ്. പ്രൈമറിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? വണ്ണം കൂടിയ കമ്പിയാണ്. ചുറ്റുകളുടെ എണ്ണം കുറവുമായിരിക്കും. എന്നാൽ സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത് വണ്ണം കുറഞ്ഞ കമ്പിയാണ്. ചുറ്റുകളുടെ എണ്ണം കൂടുതലുമായിരിക്കും. സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത് വണ്ണം കുറഞ്ഞ കമ്പിയാണ്. ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. സെക്കൻഡറി വോൾട്ടത കൂടുതലും കറൻറ്റ് കുറവുമായിരിക്കും. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എ സിയുടെ വോൾട്ടത താഴ്ത്തുന്നു. പ്രൈമറിയിൽ ഉപയോഗിക്കുന്നത് വണ്ണം കുറഞ്ഞ കമ്പിയാണ് പ്രൈമറിയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ എ സിയുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണെങ്കിൽ പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പിയായിരുന്നു. സ്റ്റെപ്പ് ഡൗണിലാണെങ്കിൽ വണ്ണം കുറഞ്ഞ കമ്പിയാണ്. ചുറ്റുകളുടെ എണ്ണം കൂടുതലുണ്ട്. ഇനി സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത് വണ്ണം കൂടിയ കമ്പിയാണ്. മറ്റേതിൻ്റെ വ്യത്യസ്തമായിട്ടാണ്. വണ്ണം കൂടിയ കമ്പിയാണ്. ചുറ്റുകളുടെ എണ്ണം കുറവുമാണ്. ഇനി സെക്കൻഡറി വോൾട്ടത ഏറ്റവും കറൻറ്റ് കൂടുതലുമായിരിക്കും. അപ്പോൾ സെക്കൻഡറി വോൾട്ടത കുറവും കറൻറ്റ് കൂടുതലുമായിരിക്കും. അടുത്തതായിട്ട് സാധാരണ ട്രാൻസ്ഫോമറിൽ നിന്നും വ്യത്യസ്തമായി സെക്കൻഡറി കോയിലിൻ്റെ മധ്യത്തിലുള്ള ബിന്ദുവിൽ നിന്നും ഒരു വയർ ബന്ധിപ്പിച്ച് പുറത്തെടുക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോമറാണ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. അപ്പോൾ സാധാരണ ട്രാൻസ്ഫോമറിൽ നിന്നും വ്യത്യസ്തമായിട്ട് സെക്കൻഡറി കോയിലിൻ്റെ മധ്യത്തിലുള്ള ബിന്ദുവിൽ നിന്നും ഒരു വയർ ബന്ധിപ്പിച്ച് പുറത്തെടുക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോമറാണ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്ഷൻ ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. ഒരു സോളിനോയിഡിലൂടെ AC കടന്നു പോകുമ്പോൾ ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി ഇതേ സോളിനോയിഡിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നു. അപ്പം ഒരു
ഒരു സോളിനോയിഡിലൂടെ എ സി കടന്നു പോകുമ്പോൾ ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് അതേ സോളിനോയിഡിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നുണ്ട്. ഈ പ്രേരിത EMF സർക്യൂട്ടിൽ ഉപയോഗിച്ച EMFന് വിപരീത ദിശയിലായിരിക്കും. അതിനാൽ ഇത് അറിയപ്പെടുന്നത് ബാക്ക് EMF എന്നാണ്. ബാക്ക് EMF സർക്യൂട്ടിലെ സഫല വോൾട്ടത കുറയ്ക്കുന്നു. സെൽഫ് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ചോദിച്ചാൽ അത് ഇൻഡക്ടറാണ്. ഇൻഡക്ടർ സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുക്കുന്ന കവചിത ചാലകമാണ് ഇൻഡക്ടർ. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുക്കുന്ന കവചിത ചാലകമാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പിച്ചുരുളുകളാണ് ഇൻഡക്ടറുകൾ. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പിച്ചുരുളുകളാണ് ഇൻഡക്ടറുകൾ. പച്ചിരുമ്പിൻ്റെ പ്രാധാന്യം നോക്കാം. കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് പ്രസരിപ്പിക്കുവാനുള്ള ശേഷി കൂടുതൽ ഉള്ള ലോഹം പച്ചിരുമ്പാണ്. അപ്പോൾ പെർമിയബിലിറ്റിയിലെ കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് പ്രസരിപ്പിക്കുവാനുള്ള ശേഷിയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അത് കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് പച്ചിരുമ്പാണ്. കാന്തിക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫ്ലക്സ് സാന്ദ്രത വർദ്ധിപ്പിക്കാൻ പച്ചിരുമ്പ് ആ ഭാഗത്ത് അനുയോജ്യമായി ക്രമീകരിച്ചാൽ മതി. കാന്തിക മണ്ഡലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫ്ലക്സ് സാന്ദ്രത വർദ്ധിപ്പിക്കാൻ പച്ചിരുമ്പ് ആ ഭാഗത്ത് അനുയോജ്യമായി ക്രമീകരിച്ചാൽ മതി. ജനറേറ്ററുകൾ, മോട്ടോറുകൾ, ട്രാൻസ്ഫോമറുകൾ എന്നിവയിലെല്ലാം കമ്പിച്ചുരുൾ ചുറ്റിയിരിക്കുന്നത് പച്ചിരുമ്പ് കോറിലാണ്. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് കാന്തവൽക്കരിക്കപ്പെടുകയും കാന്തിക മണ്ഡലം അപ്രത്യക്ഷമാകുമ്പോൾ കാന്തശക്തി ഉടനടി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ലോഹമാണ് പച്ചിരുമ്പ്. AC സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഡക്ടറുകളാണ്. AC സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഡക്ടറുകളാണ്. വൈദ്യുത കാന്തിക പ്രേരണ തത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടർ, ചലിക്കും ചുരുൾ, മൈക്രോഫോൺ. അപ്പം ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടർ, ചലിക്കും ചുരുൾ, മൈക്രോഫോൺ എന്നിവയെല്ലാം വൈദ്യുത കാന്തിക പ്രേരണ തത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഡയഫ്രം, വോയിസ് കോയിൽ, സ്ഥിരകാന്തം. ഡയഫ്രവും വോയിസ് കോയിലും സ്ഥിരകാന്തവും എല്ലാം ചലിക്കും ചുരുൾ മൈക്രോഫോണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൻ്റെ ചലിക്കുന്ന ഭാഗമാണ് ഡയഫ്രം. ചലിക്കും ചുരുൾ മൈക്രോഫോണിൻ്റെ ചലിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡയഫ്രം ആണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൻ്റെ ഊർജ്ജമാറ്റം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. മൈക്രോഫോണിൽ നിന്നും ലഭിക്കുന്ന ദുർബലമായ സിഗ്നലുകൾ ശക്തീകരിക്കുന്നത് ആംപ്ലിഫയർ ആണ്. മൈക്രോഫോണിൽ നിന്നും ലഭിക്കുന്ന ദുർബലമായ സിഗ്നലുകൾ ശക്തീകരിക്കുന്നത് ആംപ്ലിഫയർ ആണ്. വിവിധ തരം മൈക്രോഫോണുകളുണ്ട്. കാർബൺ തരികൾ അടങ്ങുന്ന ബട്ടൺ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ പേടകം അഥവാ പ്രധാന ഭാഗമായിട്ടുള്ള മൈക്രോഫോണാണ് കാർബൺ മൈക്രോഫോൺ. അപ്പോൾ കാർബൺ തരികൾ അടങ്ങുന്ന ബട്ടൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ പേടകം പ്രധാന ഭാഗമായിട്ടുള്ള മൈക്രോഫോണാണ് കാർബൺ മൈക്രോഫോൺ. കാർബൺ മൈക്രോഫോണുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ടെലിഫോണുകളിലാണ് കാർബൺ മൈക്രോഫോണുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. മർദ്ദം അനുഭവപ്പെടുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മൈക്രോഫോണുകളാണ് ക്രിസ്റ്റൽ സിറാമിക് മൈക്രോഫോണുകൾ. അപ്പം മർദ്ദം അനുഭവപ്പെടുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മൈക്രോഫോണുകളാണ് ക്രിസ്റ്റൽ സിറാമിക് മൈക്രോഫോണുകൾ. ക്രിസ്റ്റൽ സിറാമിക് മൈക്രോഫോണുകളുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകളാണ്. ക്രിസ്റ്റൽ സിറാമിക് മൈക്രോഫോണുകളുടെ പ്രധാന ഭാഗം. ക്രിസ്റ്റൽ സിറാമിക് മൈക്രോഫോണുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹാം റേഡിയോകളിലാണ് ക്രിസ്റ്റൽ സിറാമിക് മൈക്രോഫോണുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ലോഹ റിബൺ പ്രധാന ഭാഗമായിട്ടുള്ള മൈക്രോഫോണാണ് റിബൺ മൈക്രോഫോൺ. ഒരു കാന്തിക മണ്ഡലത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ലോഹ റിബൺ പ്രധാന ഭാഗമായിട്ടുള്ള മൈക്രോഫോണാണ് റിബൺ മൈക്രോഫോൺ. കണ്ടൻസർ മൈക്രോഫോണുകൾ എന്നറിയപ്പെടുന്നത് കപ്പാസിറ്റർ മൈക്രോഫോണാണ്. പവർ പ്രേക്ഷണവും വിതരണവും. പവർ സ്റ്റേഷനുകളിൽ നിന്നും ദൂരസ്ഥലങ്ങളിലേക്ക് കമ്പിയിലൂടെ വൈദ്യുതി എത്തിക്കുന്നതാണ് പവർ പ്രേക്ഷണം. പവർ പ്രേക്ഷണം എന്ന് പറയുന്നത് പവർ സ്റ്റേഷനുകളിൽ നിന്നും ദൂരസ്ഥലങ്ങളിലേക്ക് കമ്പിയിലൂടെ വൈദ്യുതി എത്തിക്കുന്നതാണ് പവർ പ്രേക്ഷണം. പവർ പ്രേക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ചാലക കമ്പികളാണ് പ്രേക്ഷണ ലൈനുകൾ എന്ന് പറയുന്നത് പവർ പ്രേക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ചാലക കമ്പികളാണ്. ഇന്ത്യയിൽ വൈദ്യുതി വിതരണത്തിന് ഉപയോഗിക്കുന്നത് AC ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. AC ആണ് ഇന്ത്യയിൽ വൈദ്യുതി വിതരണത്തിന് ഉപയോഗിക്കുന്നത്.
നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ് നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി. വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ. പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. അപ്പോൾ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നു, ഗതികോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കിയിട്ട് മാറുന്നു. കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലും നീരാവിയാക്കുകയും ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പവർ സ്റ്റേഷനുകളാണ് തെർമൽ പവർ സ്റ്റേഷനുകൾ. ഇനി തെർമൽ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം രാസോർജ്ജം താപോർജ്ജമായിട്ടും, താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടും, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടും മാറുന്നു. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുകയും ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പവർ സ്റ്റേഷനുകളാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു, താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുതി പ്രേക്ഷണം ചെയ്യുന്നതിനുള്ള അഭികാമ്യമായ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉയർന്ന വോൾട്ടേജ് ആണ്. ഉയർന്ന വോൾട്ടേജ് ആണ് ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുതി പ്രേക്ഷണം ചെയ്യുന്നതിന് അഭികാമ്യമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. കേരളത്തിൽ പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് 11 kV ആണ്. കേരളത്തിൽ പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kV ആണ്. കറണ്ട് ഫാക്ട് നോക്കാം. മഴത്തുള്ളികൾ, നീർച്ചാലുകൾ, കടൽ തിരകൾ തുടങ്ങിയവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നാനോ ജനറേറ്റർ വികസിപ്പിച്ചത് IIT ഡൽഹിയാണ്. ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്ററാണ്. സംസ്ഥാനത്ത് ആദ്യമായി 25 kW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോ കൈനറ്റിക് ടർബൈൻ പദ്ധതി നിലവിൽ വരുന്നത് ചിറ്റൂരിലാണ്. 2020 വൈദ്യുതി ലൈനുകളിലെ അപകടസ്ഥിതി പരിഹരിക്കുന്നതിന് പൊതുജന പങ്കാളിത്തത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി. പവർ ജനറേറ്റർ നോക്കാം. പവർ സ്റ്റേഷനുകളിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ ജനറേറ്ററാണ്. പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പവർ ജനറേറ്ററാണ്. ജനറേറ്ററിൻ്റെ ചലിക്കുന്ന ഭാഗമാണ് റോട്ടർ എന്ന് പറയുന്നത്. ജനറേറ്ററിൽ ചലിക്കുന്ന ഭാഗത്തെ റോട്ടർ എന്ന് പറയുന്നു. ജനറേറ്ററിൽ നിശ്ചലമായ ഭാഗമാണ് സ്റ്റേറ്റർ. ജനറേറ്ററിൽ നിശ്ചലമായ ഭാഗമാണ് സ്റ്റേറ്റർ. ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പി ചുരുളാണ് ആർമേച്ചർ. ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പി ചുരുളിനെ ആർമേച്ചർ എന്ന് പറയുന്നു. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. പവർ ജനറേറ്ററുകളിൽ റോട്ടറായി ഉപയോഗിക്കുന്നത് ഫീൽഡ് കാന്തമാണ്, വൈദ്യുത കാന്തങ്ങൾ. പവർ ജനറേറ്ററിലെ ഫീൽഡ് കാന്തത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന സഹായക ജനറേറ്ററാണ് എക്സൈറ്റർ എന്ന് പറയുന്നത് പവർ ജനറേറ്ററിലെ ഫീൽഡ് കാന്തത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന സഹായക ജനറേറ്ററാണ്. ജനറേറ്ററിൽ ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പി ചുരുൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അത്തരം ജനറേറ്ററുകളെ പറയുന്നത് സിംഗിൾ ഫേസ് ജനറേറ്ററുകൾ എന്നാണ്. ജനറേറ്ററുകളുടെ ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരുൾ മാത്രമുള്ളതാണ് എങ്കിൽ അത്തരം ജനറേറ്ററുകളെ പറയുന്നത് സിംഗിൾ ഫേസ് ജനറേറ്ററുകൾ എന്നാണ്. വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ജനറേറ്ററുകളാണ് 3 ഫേസ് ജനറേറ്ററുകൾ. വിവിധ വൈദ്യുത ഉൽപ്പാദന വിതരണ സംവിധാനങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തിയ ശൃംഖലയാണ് പവർ ഗ്രിഡ്. വിവിധ വൈദ്യുത ഉൽപ്പാദന വിതരണ സംവിധാനങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശൃംഖലയാണ് ഗ്രിഡ്. വൈദ്യുതി വിതരണ ലൈനിലോ ജനറേറ്ററിലോ തകരാറുണ്ടായാൽ മറ്റ് ഏതെങ്കിലും ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നുള്ള ലൈനുകളുടെ വൈദ്യുതി എത്തിക്കാൻ സാധിക്കുന്ന ക്രമീകരണമാണ് പവർ ഗ്രിഡ്. ഇനി അടുത്തത് ഓരോ വ്യവസായ സ്ഥാപനങ്ങളിലും നിശ്ചിത കാലയളവിലേക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള വൈദ്യുതോർജ്ജത്തിൻ്റെ അളവിൽ കുറവ് വരുത്തുന്നതാണ് പവർ കട്ട്. ഓരോ വ്യവസായ സ്ഥാപനത്തിനും നിശ്ചിത കാലയളവിലേക്കായി അനുവദിക്കപ്പെട്ട വൈദ്യുതോർജ്ജത്തിൻ്റെ അളവിൽ കുറവ് വരുത്തുന്നതാണ് പവർ കട്ട്. ചില സ്ഥലങ്ങളിലേക്കുള്ള വൈദ്യുത വിതരണം ഒരു നിശ്ചിത സമയത്തേക്ക് നിർത്തിവെക്കുകയും തന്മൂലം മറ്റു പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ പവർ ലഭിക്കുകയും ചെയ്യുന്നതാണ് ലോഡ് ഷെഡിങ്. ഇനി ഡെൽറ്റ കണക്ഷൻ, സ്റ്റാർ കണക്ഷൻ ആണ് നോക്കുന്നത്.
അപ്പം ചിത്രത്തിലേതുപോലെ കോയിലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നതിനെ പറയുന്നത് ഡെൽറ്റ കണക്ഷൻ എന്നാണ്. ചിത്രത്തിലേതുപോലെ കോയിലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നതിന് പറയുന്നത് ഡെൽറ്റ കണക്ഷൻ എന്നാണ്. ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുത പ്രേഷണത്തിന് അഭികാമ്യമായത് ഡെൽറ്റ കണക്ഷനാണ്. അപ്പം ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുത പ്രേഷണത്തിന് അഭികാമ്യമായത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെൽറ്റ കണക്ഷനാണ്. വൻകിട ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായി കണക്ഷൻ നൽകുന്ന ട്രാൻസ്ഫോമറുകളിൽ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും കോയിലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഡെൽറ്റ വെയിൻഡിങ്ങിലാണ്. ഇനി വിതരണ ട്രാൻസ്ഫോമറിൽ കോയിലുകളുടെ സമാനമായ അഗ്രങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഒരു പൊതുസന്ധി ഉണ്ടാകുമ്പോഴുള്ള സന്ധി ബിന്ദുവാണ് ന്യൂട്രൽ പോയിന്റ്. ന്യൂട്രൽ പോയിന്റിന്റെ വോൾട്ടത എന്ന് പറയുന്നത് 0ആണ്. ന്യൂട്രൽ പോയിന്റിന്റെ വോൾട്ടത 0ആണ്. ഡെൽറ്റ കണക്ഷനിൽ കോയിലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രത്യേകത ന്യൂട്രൽ പോയിന്റ് ഇല്ല. ഡെൽറ്റ കണക്ഷനിൽ കോയിലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രത്യേകത ന്യൂട്രൽ പോയിന്റ് ഇല്ല. പവർ സ്റ്റേഷനിലെ ജനറേറ്ററുകളിൽ കോയിലുകളുടെ വെയിൻഡിങ് സ്റ്റാർ വെയിൻഡിങ് ആണ്. പവർ സ്റ്റേഷനിലെ ജനറേറ്ററുകളുടെ കോയിലുകളുടെ വെയിൻഡിങ് എന്ന് പറയുന്നത്. സ്റ്റാർ കണക്ഷനിൽ ലഭ്യമാക്കാൻ കഴിയുന്ന വോൾട്ടേജുകളാണ് 230 വോൾട്ടും 400 വോൾട്ടും. സ്റ്റാർ കണക്ഷനിൽ ന്യൂട്രൽ ലൈന് ആരംഭിക്കുന്നത് ന്യൂട്രൽ പോയിന്റിൽ നിന്നാണ്. ഭൂമിയും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 0ആണ്. ഭൂമിയും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 0ആണ്. 3 ഫേസ് ലൈനുകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ബിന്ദുവിലെ പൊട്ടൻഷ്യൽ 0ആണ്. 3 ഫേസ് ലൈനുകളിലെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ബിന്ദുവിലെ പൊട്ടൻഷ്യൽ 0ആണ്. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറുകളുടെ പ്രൈമറി കോയിലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതി ഡെൽറ്റ രീതിയാണ്. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറുകളിലെ പ്രൈമറി കോയിലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഡെൽറ്റ രീതിയാണ്. ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുത പ്രേഷണത്തിന് അഭികാമ്യമായത് ഡെൽറ്റ രീതിയാണ്. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറുകളുടെ സെക്കൻഡറി കോയിലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതി സ്റ്റാർ രീതിയാണ്. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറുകളുടെ സെക്കൻഡറി കോയിലുകളെ ആണെങ്കിൽ പ്രൈമറി കോയിലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഡെൽറ്റ രീതിയിലാണെങ്കിൽ സെക്കൻഡറി കോയിലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതി സ്റ്റാർ രീതിയിലാണ്. വൈദ്യുത വിതരണ സ്ഥാപനങ്ങളിൽ ഗാർഹിക വിതരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറിലെ ലൈനുകളെ ഇൻപുട്ട് 3 എണ്ണം ഔട്ട്പുട്ട് 4 എണ്ണവുമാണ്. വ്യവസായ ആവശ്യങ്ങൾക്കുള്ള വിതരണത്തിന് എത്ര ഫേസ് ലൈനുകളാണ് ഉപയോഗിക്കുന്നത്? 3 ആണ്. വ്യവസായ ആവശ്യങ്ങൾക്കുള്ള വിതരണത്തിന് എത്ര ഫേസ് ലൈനുകൾ ഉപയോഗിക്കുന്നു? 3. ഷോർട്ട് സർക്യൂട്ട്. മെയിൻസിലെ 2 വയറുകൾ തമ്മിൽ പരസ്പരം സ്പർശിക്കാനിട വന്നാൽ പ്രതിരോധം വളരെ കുറയുകയും സർക്യൂട്ടിൽ വളരെ ഉയർന്ന വൈദ്യുത പ്രവാഹം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് കാരണം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ്. ഷോർട്ട് സർക്യൂട്ട്, ഇൻസുലേഷൻ തകരാറ് എന്നിവയുണ്ടാകുമ്പോൾ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്ന രീതിയിൽ ഉള്ള സുരക്ഷാ സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ്. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവയാണ് സേഫ്റ്റി ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനം വൈദ്യുതിയുടെ താപഫലമാണ്. വൈദ്യുതിയുടെ താപഫലം അടിസ്ഥാനമാക്കിയിട്ടാണ് സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത്. സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗം ഫ്യൂസ് വയറാണ്. ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങൾ ടിന്നും ലെഡുമാണ്. ഒരു ഫ്യൂസ് വയറിൻ്റെ പ്രധാന സവിശേഷത ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവുമാണ്. പോർസലൈൻ ബ്ലോക്കിൽ ഫ്യൂസ് വയർ സമാന്തരമായി കെട്ടിയാണ് സേഫ്റ്റി ഫ്യൂസ് നിർമ്മിക്കുന്നത്. ട്രാൻസ്ഫോമറുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സംവിധാനമാണ് MCB. സർക്യൂട്ടിൽ ഓവർലോഡ് ഉണ്ടാകുമ്പോൾ വൈദ്യുതിയുടെ ഒഴുക്ക് തടയുന്ന ചെറിയ ട്രിപ്പ് സ്വിച്ചുകളാണ് MCB പ്രവർത്തിക്കുന്നത് അടിസ്ഥാനം വൈദ്യുതിയുടെ കാന്തികതയാണ്. ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. ഷോക്കടിക്കാതിരിക്കാൻ വൈദ്യുത സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രതിരോധമുള്ള സുരക്ഷാ ഉപകരണമാണ് ELCB. മെയിൻ സ്വിച്ചിനും മെയിൻ ഫ്യൂസ് ബോർഡിനും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ് ELCB. ഇനി RCCB ആണ്. റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പം ELCBക്ക് പകരം ഉപയോഗിക്കുന്ന കൂടുതൽ സുരക്ഷ ഉറപ്പിലാക്കുന്ന സംവിധാനമാണ് RCCB. ഫേസ് കറൻറ്റും ന്യൂട്രൽ കറൻറ്റും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറണ്ട് ലീക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനമാണ് RCCB എന്ന് പറയുന്നത്. ഇനി വോൾട്ടേജ് ഫ്യൂസുകൾ നിർമ്മിക്കാനുള്ള ലോഹങ്ങളാണ് വെള്ളി, ചെമ്പ്, ഈഴം.
ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് വെള്ളി, ചെമ്പ്, ഈയം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഈയമാണ് കേട്ടോ, ഈയം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകൾ ഓട്ടോമോട്ടീവ് ഫ്യൂസുകളാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് ഓട്ടോമോട്ടീവ് ഫ്യൂസ്. പ്രധാനപ്പെട്ട ഓട്ടോമാറ്റീവ് ഫ്യൂസുകളാണ് ബ്ലേഡ് ഫ്യൂസുകൾ, ഗ്ലാസ് ട്യൂബ്, ഫ്യൂസിബിൾ ലിങ്ക്സ്, ഫ്യൂസ് ലിമിറ്റേഴ്സ്. കോഫി മേക്കറുകളിലും ഹെയർ ഡ്രയറുകളിലും ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് തെർമൽ ഫ്യൂസുകൾ. അടുത്തതായിട്ട് ഗൃഹവൈദ്യുതീകരണമാണ് നോക്കുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ടുള്ള വൈദ്യുതിയുടെ അളവിനെയാണ് 230 വോൾട്ടാണ്. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. ഒരു ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 V ആണ്. വിതരണ ട്രാൻസ്ഫോമറിൽ 2 ഫേസ് ലൈനുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 400 വോൾട്ട്. വൈദ്യുത വിതരണ ലൈനിൽ ഇരിക്കുന്ന പക്ഷികൾക്ക് വൈദ്യുതാഘാതം ഏൽക്കാത്തതിന് കാരണം ഒരു ലൈനിൽ മാത്രമായി സ്പർശിക്കുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം അനുഭവപ്പെടുന്നില്ല. വൈദ്യുതോർജ്ജം വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വാട്ട് അവർ മീറ്ററാണ്. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ട് അവർ. 1000 വാട്ട് പവറുള്ള 1 കിലോവാട്ട് ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതി 1 യൂണിറ്റാണ്. 1 യൂണിറ്റ് = 1 കിലോവാട്ട് അവറാണ്. കിലോവാട്ട് അവറിലുള്ള ഊർജ്ജം വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ബൈ 1000 ആണ്. വീടുകളിലെ വൈദ്യുതീകരണത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം സമാന്തര രീതിയിലുള്ള വയറിംഗ് സംവിധാനം. ബൾബുകൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ, ബൾബുകൾ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ. ബൾബുകൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ ബൾബുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ആകെ പ്രതിരോധം കൂടുന്നു. രേഖപ്പെടുത്തിയിരിക്കുന്ന പവറിനനുസരിച്ച് ബൾബുകൾ പ്രകാശിക്കുന്നു. ബൾബുകൾ സമാന്തരമായിട്ട് ഘടിപ്പിക്കുമ്പോൾ. ഇനി ശ്രേണി രീതിയാണെങ്കിൽ ബൾബുകളെ സ്വിച്ച് ഉപയോഗിച്ച് യാഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയില്ല. സമാന്തര രീതിയാണെങ്കിൽ ബൾബുകളെ സ്വിച്ചുകൾ ഉപയോഗിച്ച് യാഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇനി ബൾബുകൾ ആവശ്യമായ വോൾട്ടേജ് ലഭിക്കുന്നില്ല ഈ ശ്രേണി രീതിയിലാണെങ്കിൽ. സമാന്തര രീതിയിലാണെങ്കിൽ എല്ലാ ബൾബുകൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കുന്നു. ശ്രേണി രീതിയിൽ എല്ലാ ബൾബുകളിലൂടെയും ഒരേ അളവിൽ വൈദ്യുതി പ്രവഹിക്കുന്നു. സമാന്തര രീതിയിൽ വ്യത്യസ്ത പവർ ഉള്ള ബൾബുകളാണെങ്കിൽ ഓരോന്നിൻ്റെയും വ്യത്യസ്ത വൈദ്യുത പ്രവാഹമായിരിക്കും. ഇനി ഗൃഹവൈദ്യുത സർക്യൂട്ടിൽ ഉപകരണങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നോക്കാം. ഓരോ ഉപകരണവും പ്രത്യേകം സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഒരേ വോൾട്ടേജ് എല്ലാ ഉപകരണങ്ങളിലും ലഭിക്കുന്നു. ഒരേ വോൾട്ടേജ് എല്ലാ ഉപകരണങ്ങളിലും ലഭിക്കുന്നു. അടുത്തത് ഗൃഹവൈദ്യുതീകരണത്തിൽ കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കുന്ന ബൾബുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സമാന്തര രീതിയിലെ സർക്യൂട്ടിലാണ്. ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുന്നതിനാൽ ബൾബുകളുടെ പ്രകാശ തീവ്രത കുറയുന്നു. 3-പിൻ പ്ലഗിലെ വലിയ പിന്ന് വണ്ണവും നീളവും കൂടിയത് സമ്പർക്കത്തിൽ വരുന്ന ലൈനാണ് എർത്ത് ലൈന്. അടുത്തത് നോ കൺഫ്യൂഷനാണ്. ഗാർഹിക സർക്യൂട്ടിലെ ന്യൂട്രൽ വയറിൻ്റെ നിറം എന്ന് പറയുന്നത് കറുപ്പും നീലയുമാണ്. ഗാർഹിക സർക്യൂട്ടിലെ ഫേസ് വയറിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പും തവിട്ട് നിറവുമാണ്. ഗാർഹിക സർക്യൂട്ടുകളിലെ എർത്ത് വയറിൻ്റെ നിറം പച്ചയാണ്. ഇനി SCERT ക്വസ്റ്റ്യൻ പൂളാണ്. ഒരു പ്രതിരോധവും ഗാൽവനോമീറ്ററും 6 വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉപകരണങ്ങൾ സർക്യൂട്ടിൽ ഏത് രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? ശ്രേണി രീതിയിലാണ്. ഈ സർക്യൂട്ടിൽ ഗാൽവനോമീറ്റർ സൂചിപ്പിക്കുന്ന വിഭ്രംശിക്കുന്നത് ഏത് ദിശയിലാണ്? ഒരു ദിശയിലേക്ക് മാത്രം, ഇരുദിശയിലേക്കും. അപ്പോൾ ഒരു ദിശയിലാണ്. ഇനി C ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ബാറ്ററി മാറ്റി 6 വോൾട്ട് AC നൽകിയാൽ ഗാൽവനോമീറ്റർ സൂചിക്കുന്ന വിഭ്രംശത്തിന് എന്ത് മാറ്റം ഉണ്ടാകും? എന്തുകൊണ്ട്? അത് എന്താണ്? ഇരുദിശയിലും മാറി മാറി വിഭ്രംശിക്കുന്നു. വൈദ്യുത പ്രവാഹ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. AC-യുടെ ആവൃത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന പരിവൃത്തികളുടെ എണ്ണം. ഒരു AC ജനറേറ്ററിൽ ആർമേച്ചർ കോയിലിൻ്റെ കാന്തിക മണ്ഡലത്തിൽ ചലിക്കുമ്പോൾ പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്നു. ക്വസ്റ്റ്യൻ, ഈ വൈദ്യുതിയുടെ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന നിയമമാണ് ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം. ഈ നിയമപ്രകാരം ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തെയാണ്.
പൂർത്തിയാക്കിയ സർക്യൂട്ടുകളുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ ആ സർക്യൂട്ടിൽ വൈദ്യുതി പ്രേരിതമാകുന്നു. ഈ പ്രതിഭാസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വൈദ്യുത കാന്തിക പ്രേരണമാണ്. ഇത് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമേത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മൈക്രോഫോണും ജനറേറ്ററും. മൈക്രോഫോൺ ഓർ ജനറേറ്റർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമുകളെ സംബന്ധിക്കുന്ന ചില ബന്ധങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിനെ സംബന്ധിക്കുന്നവ തിരഞ്ഞെടുക്കുക. അപ്പം എയും ബിയുമാണ് സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ഇലക്ട്രോണിക് ഘടകങ്ങളുടെ പേര് എഴുതുക. അപ്പം ഒന്നാമത്തത് റെസിസ്റ്ററാണ്, പ്രതിരോധകം. 2 ഇൻഡക്ടറാണ്, 2 ഇൻഡക്ടർ. 3 എന്താണ്? ഇവ ഓരോന്നും ഓരോ AC സർക്യൂട്ടിൽ ഘടിപ്പിച്ചാൽ ഏത് സർക്യൂട്ടിലായിരിക്കും പവർ നഷ്ടം ഉണ്ടാവുക? എന്തുകൊണ്ട്? റെസിസ്റ്റർ, പ്രതിരോധകം താപരൂപത്തിലുള്ള വൈദ്യുതി നഷ്ടം ഉണ്ടാക്കുന്നു. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഉത്തരം സാധൂകരിക്കുക. മൈക്രോഫോണ്, ലൗഡ് സ്പീക്കർ, ട്രാൻസ്ഫോമർ, ജനറേറ്റർ. ലൗഡ് സ്പീക്കറാണ്. മറ്റെല്ലാ ഉപകരണങ്ങളും വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ്. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. വൈദ്യുത കാന്തിക പ്രേരണം, ചലിക്കും ചുരുൾ, മൈക്രോഫോൺ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പം ശരിയായിട്ടുള്ളത്, പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ തുല്യമാണ്. പ്രൈമറിയിലെ കറണ്ട് സെക്കൻഡറിയിലെ കറണ്ടിനെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് കെമിസ്ട്രിയാണ് നോക്കുന്നത്. കെമിസ്ട്രിയിൽ അലോഹങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ ലാസ്റ്റായിട്ട് നോക്കിയത് ഗ്രാഫീനാണ് കേട്ടോ. ഗ്രാഫീൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കപ്പെട്ട രൂപാന്തരമാണ് എന്ന് ഓർത്തു വെക്കുക. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ്. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ രൂപാന്തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫീനാണ്. താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫീന്. ഗ്രാഫീൻ എന്ന് പറയുന്നത് താപത്തിൻ്റെ വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ രൂപാന്തരം. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫീനാണ്. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫീന്. ഗ്രാഫൈറ്റ്, ഫുള്ളറീന് മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാഫീനാണ്. ഗ്രാഫൈറ്റ്, ഫുള്ളറീന് മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫീനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് ക്യൂമീന്, ഫുള്ളറീന്, ഗ്രാഫൈറ്റ്, ഗ്രാഫീന്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്ന രൂപാന്തരങ്ങൾ? അതിൽ ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 2, 3, 4 ആണ് അല്ലേ. ഫുള്ളറീനും ഗ്രാഫീനും ഗ്രാഫൈറ്റുമാണ് കാർബണിൻ്റെ രൂപാന്തരങ്ങളായിട്ടുള്ളത്. ക്യുമീൻ എന്താണ്? ക്യുമീന് കാർബണിൻ്റെ രൂപാന്തരമല്ല. ഇനി സൾഫറാണ് നമ്മൾ പഠിക്കാൻ പോണത്. ബ്രിംസ്റ്റോൾ എന്നറിയപ്പെടുന്നത് സൾഫറാണ്. ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്നത് സൾഫറാണ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൾഫറാണ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫറാണ്. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 8 ആണ്. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര എണ്ണമാണ്? 8 ആണ്. സൾഫർ വായുവിൽ ജ്വലിക്കുമ്പോഴുള്ള നിറം നീലയാണ്. സൾഫർ വായുവിൽ ജ്വലിക്കുമ്പോൾ നിറം എന്താണ്? നീലയാണ്, നീല. ഇനി റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് സൾഫർ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകം സൾഫറാണ്. ഗന്ധകം സൾഫർ. നാഗം എന്നറിയപ്പെടുന്നത് സിങ്കുമാണ്. ഗന്ധകം സൾഫറും നാഗം എന്നറിയപ്പെടുന്നത് സിങ്കുമാണ്. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ വേണ്ടിയിട്ട് സൾഫർ ചേർക്കുന്ന പ്രക്രിയയെ പറയുന്നത് വൾക്കനൈസേഷൻ എന്നാണ്. വെടിമരുന്ന് പൊട്ടുമ്പോഴും തീപ്പെട്ടി ഉരയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന മണത്തിന് കാരണം സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. വെടിമരുന്ന് പൊട്ടിക്കുമ്പോഴും തീപ്പെട്ടി ഉരയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന മണത്തിന് കാരണം എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തു വരുന്ന വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ആൻറ്റി ക്ലോറായി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് സൾഫർ ഡൈ ഓക്സൈഡ്. ആൻറ്റി ക്ലോറായിട്ട് ഉപയോഗിക്കുന്ന സൾഫർ ഡൈ ഓക്സൈഡ്. ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും സൾഫർ മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ്. ഇനി
വെള്ളി ആഭരണങ്ങളുടെ നിറം നഷ്ടപ്പെടാൻ കാരണമായ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. വെള്ളി ആഭരണങ്ങളുടെ നിറം നഷ്ടപ്പെടാൻ കാരണമായ വാതകം ഏതാണ്? അത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം. സൾഫറിൻ്റെ നിർമ്മാണ പ്രക്രിയ ഫ്രാഷ് പ്രക്രിയയാണ്. സൾഫർ എന്നുള്ളതിൽ ഒരു F5 ഉണ്ട് അല്ലേ. അപ്പോൾ സൾഫറിൻ്റെ നിർമ്മാണ പ്രക്രിയ ചോദിച്ചാൽ അത് ഫ്രാഷ് പ്രക്രിയയാണ്. സൾഫർ അയിരുകളുടെ പ്രധാന സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. സൾഫർ അയിരുകളുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുല്ലേ, ഓക്സൈഡ് അയിരുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, സൾഫർ അയിരുകളാണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ സൾഫർ അയിരുകളുടെ പ്രധാന സാന്ദ്രണ രീതി ഏതാണ്? പ്ലവന പ്രക്രിയയാണ്. സൾഫറിൻ്റെ രൂപാന്തരങ്ങൾ നോക്കാം. സൾഫറിൻ്റെ പ്രധാന രൂപാന്തരങ്ങളാണ് റോംബിക് സൾഫർ, പ്ലാസ്റ്റിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ, മിൽക്കി സൾഫർ. റോംബിക് സൾഫർ, പ്ലാസ്റ്റിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ, മിൽക്കി സൾഫർ. സൾഫറിൻ്റെ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള രൂപാന്തരമാണ് റോംബിക് സൾഫർ. അടുത്തത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് എന്ന വാക്കിനർത്ഥം ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നതാണ് ഫോസ്ഫറസ് എന്ന വാക്കിനർത്ഥം. ഞാൻ പ്രകാശം വഹിക്കുന്നു. ഫോസ്ഫറസ് കണ്ടുപിടിച്ചത് ഹെന്നിങ് ബ്രാൻഡാണ് ഫോസ്ഫറസ് കണ്ടുപിടിച്ചത്. ഫോസ്ഫറസിൻ്റെ ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 4 ഫോസ്ഫറസിലെ ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 4. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ് ആണ്. ഇനി ഹോം സിഗ്നലിൽ സമീപത്തുള്ള കപ്പലുകളുടെ സിഗ്നലാണ് ഹോം സിഗ്നൽസ്. ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് സംയുക്തമാണ് ഫോസ്ഫീന്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പതഞ്ഞു പൊങ്ങാനായി ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. രക്താർബുദ ചികിത്സയ്ക്ക് റേഡിയേഷൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോസ്ഫറസ് 32 ആണ്. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ് ആണ്. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ് ആണ്. കന്നുകാലികളുടെ എല്ലുപൊടി വളമായി ഉപയോഗിക്കുന്നതിന് കാരണമായ മൂലകം ചോദിച്ചാൽ അത് ഫോസ്ഫറസ് ആണ്. കന്നുകാലികളുടെ എല്ലുപൊടി വളമായി ഉപയോഗിക്കുന്നതിന് കാരണമായ മൂലകം ഫോസ്ഫറസ് ആണ്. ചീഞ്ഞ മീനിൻ്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് സംയുക്തമാണ് ഫോസ്ഫീൻ എന്ന് പറയുന്നത്. ഫോസ്ഫീൻ എന്താണ്? ചീഞ്ഞ മീനിൻ്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് സംയുക്തമാണ്. ഇത് ഫോസ്ഫറസ് ട്രൈഹൈഡ്രേറ്റ് ആണ്. ഫോസ്ഫറസ് ട്രൈഹൈഡ്രേറ്റിനെയാണ് ഫോസ്ഫീൻ എന്ന് പറയുന്നത്. ഹോം സിഗ്നൽസിൽ എന്താണ്? സമീപത്തുള്ള കപ്പലുകളുടെ ഹോം സിഗ്നൽസ് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് സംയുക്തം ചോദിച്ചാലും ഫോസ്ഫീൻ തന്നെയാണ്. ചീഞ്ഞ മീനിൻ്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് സംയുക്തമാണ് ഫോസ്ഫീന്. 1-ാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോസ്ഫീനാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായിട്ട് ഉപയോഗിച്ച വാതകമാണ് ഫോസ്ജീനാണ് കേട്ടോ. അപ്പോൾ ഫോസ്ജീനാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായിട്ട് ഉപയോഗിച്ച വാതകം. ചീഞ്ഞ മീനിൻ്റെ ഗന്ധമുള്ള ഫോസ്ഫറസ് സംയുക്തമാണ് ഫോസ്ഫീന്. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ച് ഉണ്ടാകുന്ന വിഷവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോസ്ജീനാണ്. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ച് ഉണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്ജീൻ എന്ന് പറയുന്നത്. ഇനി ഫോസ്ഫറസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് വളം നിർമ്മാണത്തിനാണ്. ഉപയോഗിക്കുന്നത് വളം നിർമ്മാണത്തിനാണ്. മാലത്തിയോൺ എന്ന കീടനാശിനിയിലെ പ്രധാന ഘടകം ഓർഗാനോ ഫോസ്ഫേറ്റ് ആണ്. മാലത്തിയോൺ എന്ന കീടനാശിനിയിലെ പ്രധാന ഘടകം ഓർഗാനോ ഫോസ്ഫേറ്റ്. ഫോസ്ഫറസിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ്, കറുത്ത ഫോസ്ഫറസ്. സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയാർന്ന ഫോസ്ഫറസിൻ്റെ രൂപാന്തരമാണ് കറുത്ത ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ രൂപാന്തരം കറുത്ത ഫോസ്ഫറസ് ആണ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് ജലത്തിൽ ലയിക്കില്ല. വെളുത്ത ഫോസ്ഫറസിന് 573 K ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസിൻ്റെ അലോട്രോപ്പ് ചുവന്ന ഫോസ്ഫറസ് ആണ്. വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസിനേക്കാൾ അപകടകാരിയാണ്. 3 K ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസിൻ്റെ അലോട്രോപ്പ് ചുവന്ന ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസിനേക്കാൾ അപകടകാരിയാണ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിൻ്റെ വായുവിൽ കത്തുന്ന രൂപാന്തരം വെളുത്ത ഫോസ്ഫറസ് ആണ്. ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസ് ആണ്. വെള്ള ഫോസ്ഫറസ് വായുവിൽ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത് ചുവന്ന ഫോസ്ഫറസ് ആണ്. വെള്ള ഫോസ്ഫറസ് ഉയർന്ന മർദ്ദത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത് കറുത്ത ഫോസ്ഫറസ് ആണ്.
ഹാലോജനുകൾ എന്ന വാക്കിനർത്ഥം ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് ഹാലോജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹാലജനുമായി ലോഹങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഹാലജൻ സംയുക്തമാണ് ഹാലൈഡുകൾ. ഹാലജനുമായി ലോഹം പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഹാലജൻ സംയുക്തമാണ് ഹാലൈഡുകൾ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ അസ്റ്റാറ്റിനാണ്. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ എന്ന് പറയുന്നത് അസ്റ്റാറ്റിനാണ്. ഫ്ലൂറൈഡ് ലവണങ്ങളുടെ സാന്നിധ്യം കൂടുന്നത് എല്ലുകളും പല്ലുകളും നശിക്കാൻ കാരണമാകുന്നു. ഫ്ലൂറൈഡ് മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗമാണ് നോക്ക് നീ സിൻഡ്രോം ആണ് ഫ്ലൂറൈഡ് മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗം. അപ്പം മലയാളത്തിൽ എഴുതുമ്പോൾ നോക്ക് നീ സിൻഡ്രോം എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. അപ്പം നോക്ക് നീ സിൻഡ്രോം ആണ് എന്ത്? ഫ്ലൂറൈഡ് മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗം. ഇനി അതൊരിക്കലും മറക്കണ്ട. അപ്പം നോക്കാം. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജനാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. എന്താണ്? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജനാണ് ബ്രോമിൻ. ഇന്ത്യയിൽ ഫ്ലൂറോസിസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ്. 1938 ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറിനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ. 0.08% ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഹാലോജൻ ആണെങ്കിലോ അത് അസ്റ്റാറ്റിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് അസ്റ്റാറ്റിനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിൻ. ഇനി ക്ലോറിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കണ്ടെത്തിയ ഹാലോജൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ലോറിനാണ്. പേപ്പർ നിർമ്മാണത്തിന് ബ്ലീച്ചായിട്ട് ഉപയോഗിക്കുന്ന ഹാലോജനാണ് ക്ലോറിൻ. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതക മൂലകമാണ് ക്ലോറിൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായിട്ട് ഉപയോഗിച്ച വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ലോറിനാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായിട്ട് ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മറ്റൊരു വാതകമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ല കുറച്ച് നേരത്തെ പഠിച്ചു അല്ലേ. ഫോസ്ജീൻ കാർബണൽ ഡൈക്ലോറൈഡ് എന്ന് പറയുന്ന ഫോസ്ജീൻ നമ്മൾ പഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തന്നെ രാസായുധമായിട്ട് ഉപയോഗിച്ചതാണ്. എന്നാൽ ക്ലോറിൻ എന്താണ് ഉപയോഗിച്ചത്? ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി രാസായുധമായിട്ട് ഉപയോഗിച്ച വാതകം ക്ലോറിനാണ്. ക്ലോറിൻ എന്ന പേര് ലഭിച്ച പദം ഏതാണ്? ക്ലോറോസ് എന്നാണ് അല്ലേ. ക്ലോറിൻ എന്ന പേര് ലഭിച്ച പദം ക്ലോറോസ് എന്ന പദത്തിൽ നിന്നുമാണ്. പച്ച കലർന്ന മഞ്ഞ എന്ന അർത്ഥമാണ് ക്ലോറോസ് എന്നതിനുള്ളത്. ഇനി നിറങ്ങൾ. ഫ്ലൂറിൻ ആണെങ്കിൽ മഞ്ഞയാണ്. ക്ലോറിന് പച്ച കലർന്ന മഞ്ഞയാണ്. ബ്രോമിന് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ്. അയഡിൻ ആണെങ്കിൽ വയലറ്റ് ആണ്. നിർജ്ജല കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്ലീച്ചിങ് പൗഡറാണ്. നിർജ്ജല കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാൽ ലഭിക്കുന്ന ഉൽപ്പന്നം ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിനാണ്. ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനത്തിലൂടെ നടത്തുന്നത് ഓക്സീകരണത്തിലൂടെയാണ്. ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനം നടത്തുന്നത് ഓക്സീകരണത്തിലൂടെയാണ്. ഈ നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ലോറിനാണ്. PVCയിൽ അടങ്ങിയിട്ടുള്ള ഹാലോജനാണ് ക്ലോറിൻ. ഏതാണ്? ക്ലോറിനാണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം ഓർഗാനോ ക്ലോറിനാണ്. ഏതാണ്? അത് ഓർഗാനോ ക്ലോറിനാണ്. ക്ലോറിൻ അടങ്ങിയ പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളാണ് DDT, BHC, ഫ്രിയോൺ, ക്ലോറോഫോം. ക്ലോറോഫോമിൻ്റെ രാസനാമം ട്രൈക്ലോറോമീഥെയ്ൻ എന്നാണ്. ക്ലോറിൻ ഈർപ്പമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥിര സംയുക്തമാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ക്ലോറോഫോം അനസ്തെറ്റിക് ആയി ഉപയോഗിക്കുന്നു. ക്ലോറോഫോമിൽ ലയിക്കുന്ന പദാർത്ഥങ്ങൾ അയഡിൻ, കൊഴുപ്പ്, എണ്ണകൾ, ആൽക്കലൈഡുകൾ, പെനിസിലിൻ. ഇപ്പോൾ ക്ലോറിൻ വിഷബാധയ്ക്ക് ഒരു പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. ഇനി അടുത്തത്
സൂപ്പർ ഹാലോജൻ എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. സൂപ്പർ ഹാലോജൻ എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. സോളിഡ് ഹാലോജൻ എന്ന് പറയുന്നത് അയഡിനാണ്. സിന്തറ്റിക് ഹാലോജൻ എന്ന് പറയുന്നത് അസ്റ്റാറ്റിനാണ്. അസ്റ്റാറ്റിനാണ് സിന്തറ്റിക് ഹാലോജൻ. അപ്പം സ്യൂഡോ ഹാലോജൻ എന്ന് പറയുന്നത് സയനോജനാണ് കേട്ടോ. C2N2 ആണ്. ഇനി കണ്ണീർ വാതകമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തമാണ് ബെൻസൈൽ ക്ലോറൈഡ് എന്താണ്? കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തമാണ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അളവിലുള്ള മൂലകമാണ് ക്ലോറിൻ. സമുദ്രജലത്തിലെ ഏറ്റവും കൂടിയ അളവിലുള്ള മൂലകം ക്ലോറിനാണ്. തേനിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് അനിലൻ ക്ലോറൈഡ് ടെസ്റ്റ്. തേനിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. അടുത്തതായിട്ട് അയഡിനാണ് പഠിക്കുന്നത്. കടൽപ്പായലിൽ സമൃദ്ധമായിട്ട് കാണപ്പെടുന്ന മൂലകം അയഡിനാണ്. കടൽപ്പായലിലെ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം ഏതാണ്? അയഡിനാണ്. ഔഷധമായി ഉപയോഗിക്കുന്ന ഹാലജൻ സംയുക്തം ടിങ്ചർ അയൺ ആണ്. ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഹാലജൻ സംയുക്തം. ഇനി ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം പൊട്ടാസ്യം അയോഡൈഡ് ആണ്. ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് പൊട്ടാസ്യം അയോഡൈഡ്. അന്നജ പരിശോധനയ്ക്ക് ലഭിക്കുന്ന പദാർത്ഥം അയഡിൻ ലായനിയാണ്. അയഡിൻ ചേർക്കുമ്പോൾ അന്നജം കടും നീല നിറമാകുന്നു. നിർമ്മാണ പ്രക്രിയകളൊന്ന് പഠിക്കാം. ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനം ഡീക്കൻസ് പ്രക്രിയ. സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ. ഇനി സോഡിയം കാർബണേറ്റിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സോൾവേ പ്രക്രിയ. സോഡിയം കാർബണേറ്റിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സോൾവേ പ്രക്രിയ. ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് ബോഷ് പ്രക്രിയ. അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം ഹാൾ ഹെറോൾട്ട് പ്രക്രിയയാണ്. അലുമിനിയം ശുദ്ധീകരണ പ്രക്രിയയാണ് ഹൂക്സ് പ്രക്രിയ. ചോദിച്ചാൽ അത് ഹൂപ്സ് പ്രക്രിയയാണ്. അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദന പ്രക്രിയയാണെങ്കിൽ അത് ഹാളറൗട്ട് പ്രക്രിയയാണ്. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബെയേഴ്സ് പ്രക്രിയ എന്ന് പറയുന്നത് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബെയേഴ്സ് പ്രക്രിയ. ഉരുക്കിൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് ബെസിമർ പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓസ്റ്റ്വാൾട്ട് പ്രക്രിയയാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ സമ്പർക്ക പ്രക്രിയയാണ്. സമ്പർക്ക പ്രക്രിയ. സൾഫർ നിർമ്മാണ പ്രക്രിയ ഫ്രാഷ് പ്രക്രിയയാണ്. ഘനജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഗിർഡലർ സൾഫൈഡ് പ്രക്രിയ എന്ന് പറയുന്നത് ഘനജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. നിക്കൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് മോൺസ് പ്രക്രിയയാണ്. ഇനി അടുത്തതായിട്ട് ഹൈഡ്രജൻ നാളത്തെ ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ബയോളജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബയോളജിയിൽ പ്രകാശ സംശ്ലേഷണമാണ് പഠിക്കാൻ പോകുന്നത്. സസ്യങ്ങൾ സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഹരിതകത്തിൻ്റെ സഹായത്തോടെ ജലവും പോഷണവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങൾ സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഹരിതകത്തിൻ്റെ സഹായത്തോടെ ഫുഡും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ, ജലവും പോഷണങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ. ഇനി വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രകാശ സംശ്ലേഷണമാണ്.
പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകമാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശപോഷികളാണ്. പ്രകാശപോഷികൾ. പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ചുവപ്പാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ഏതാണ്? അത് ചുവപ്പാണെന്ന് ഓർത്തുവെക്കാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഏറ്റവും കുറവ് നടക്കുന്ന പ്രകാശം മഞ്ഞ നിറത്തിലാണ് കേട്ടോ. അപ്പോൾ പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്ന പ്രകാശം ഏതാണ്? മഞ്ഞയാണ്. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്നജം. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് അന്നജമാണ്. അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിനായി സ്വീകരിക്കുന്ന ജലം വിഘടിച്ച് പുറന്തള്ളുന്ന വാതകം ഓക്സിജൻ ആണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് സ്വീകരിക്കുന്ന ജലം വിഘടിച്ചിട്ടാണ് എന്ത് ഉണ്ടാകുന്നത്? ഓക്സിജൻ വാതകം ഉണ്ടാകുന്നത്. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? അത് ജലത്തിൻ്റെ വിഘടനമാണ്. വാതക വിനിമയം സസ്യങ്ങളിൽ. അപ്പം സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിന്റെ ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളുന്നത് ആസ്യരന്ധ്രങ്ങളാണ്. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ ലെൻറ്റിസെല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളുണ്ട്, അതിനെ അറിയപ്പെടുന്നത് ലെൻറ്റിസെല്ലുകൾ എന്നാണ്. എന്നാൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ജലം പുറത്തുതള്ളുന്നത് ആരാണ്? സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രമായിട്ടുള്ള ആസ്യരന്ധ്രമാണ്. ആസ്യരന്ധ്രം കാണപ്പെടുന്നത് എവിടെയാണ്? അത് ഇലകളിലാണ് അല്ലേ. കാണ്ഡത്തിലും വേരിലും വാതകവിനിമയം നടക്കുന്ന സുഷിരമാണ് ലെൻറ്റിസെല്ല്. കാണ്ഡത്തിലും വേരിലും വാതകവിനിമയം നടക്കുന്ന സുഷിരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലെൻറ്റിസെല്ലാണ്. ലെൻറ്റിസെല്ലിലൂടെ കോശങ്ങൾക്കിടയിലൂടെ വാതകവിനിമയം നടക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. ലെൻറ്റിസെല്ലിലൂടെ കോശങ്ങൾക്കിടയിൽ വാതകവിനിമയം നടക്കുന്ന പ്രക്രിയ ചോദിച്ചാൽ അത് ഡിഫ്യൂഷനാണ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം എന്ന് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസിയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസിയാണ്. ഭൂമിയിലെത്തുന്ന സൗരോർജ്ജത്തിൻ്റെ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജത്തിൻ്റെ അളവെന്ന് പറയുന്നത് 5%. ഭൂമിയിലെത്തുന്ന സൗരോർജ്ജത്തിൻ്റെ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജത്തിൻ്റെ അളവെന്ന് പറയുന്നത് 5%. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാക്കുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീറ്റ്സ്ലി. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീറ്റ്സ്ലി ആണ്. അപ്പോൾ ജോസഫ് പ്രീറ്റ്സ്ലി തെളിയിച്ചത് ഓക്സിജൻ ഉണ്ടാകുന്നു എന്നതാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ വാൻ നീലാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചത് വാൻ നീലാണ്. അപ്പോൾ ജലമാണെന്ന് തെളിയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് വാൻ നീലാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. അപ്പം മെൽവിൻ കാൽവിൻ വിശദീകരിച്ചത് ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിൻ്റെ വിശദീകരണമാണ്. വാൻ നീലാണെങ്കിൽ ജലത്തിൻ്റെ ഉറവിടമാണ് എന്ന്, ഓക്സിജൻ്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചു. പിന്നെ ജോസഫ് പ്രീറ്റ്സ്ലി ആണെങ്കിൽ ഓക്സിജൻ ഉണ്ടാകുന്നത്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് എന്ന് തെളിയിച്ചത് ജോസഫ് പ്രീറ്റ്സ്ലി ആണ്. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ ആണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണങ്ങളിലാണ്. ഹരിത കണത്തിലെ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിവുള്ളൂ. മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നു. അതിനാൽ അവയെ സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കുന്നു. ഹരിതകത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇരട്ട പാളികളുള്ള സ്തരം
ഉണ്ട്. സ്ട്രോമയുണ്ട്. സ്ട്രോമ എന്ന് പറയുന്നത് ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ഹരിതകണത്തിലെ ദ്രാവക ഭാഗത്തെ സ്ട്രോമ എന്നും ഗ്രാന എന്ന് പറഞ്ഞാൽ സ്ഥലസഞ്ചികളുടെ അടുക്കാണ്. നമ്മൾ കോശത്തിൻ്റെ ഭാഗത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നജം സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രൂപങ്ങളാണ് കിഴങ്ങുവർഗ്ഗങ്ങൾ അന്നജ രൂപത്തിലും, പയറുവർഗ്ഗങ്ങളാണെങ്കിൽ പ്രോട്ടീൻ രൂപത്തിലും, എണ്ണക്കുരുക്കൾ കൊഴുപ്പ് രൂപത്തിൽ, പഴവർഗ്ഗങ്ങൾ ഫ്രക്ടോസ് രൂപത്തിലും, കരിമ്പാണെങ്കിൽ സൂക്രോസ് രൂപത്തിലുമാണ്. ഇനി ഹരിതകണം ഒരു ഫ്ലോ ചാർട്ടാണ്. ഹരിതകണം ഗ്രാന സ്ട്രോമയാണ്. പ്രകാശഘട്ടം ഗ്രാന ഏതാണ്? പ്രകാശഘട്ടമാണ് ഗ്രാന. ഗ്രാന എന്ന് പറയുന്നത് പ്രകാശഘട്ടമാണ്. പ്രകാശം ഉപയോഗിക്കുന്നു. ഗ്രാനയിൽ എന്ത് ഉപയോഗിക്കുന്നു? പ്രകാശം ഉപയോഗിക്കുന്നു. ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ജലം വിഘടിച്ചിട്ട് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് ഈ ഗ്രാന പ്രകാശഘട്ടത്തിൽ വെച്ചിട്ടാണ്. ജലം വിഘടിച്ചിട്ട് ഓക്സിജൻ പുറന്തള്ളുകയും ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുകയും ചെയ്യുന്നു. ഇനി ഹരിതകണത്തിൽ തന്നെ സ്ട്രോമയാണ്. സ്ട്രോമയിൽ ഇരുണ്ട ഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരുണ്ട ഘട്ടം സ്ട്രോമയാണ്. സ്ട്രോമയിൽ നടക്കുന്നത് പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഇരുണ്ട ഘട്ടമാണല്ലോ, അപ്പോൾ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഇനി ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രോമയാണ്. ഇരുണ്ട ഘട്ടം. ATPയിലെ ഊർജ്ജം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്തിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഘട്ടമാണ് ഈ സ്ട്രോമയിൽ വെച്ചിട്ട് നടക്കുന്നത്. ഊർജ്ജ നാണയങ്ങൾ നോക്കാം. ഊർജ്ജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP തന്മാത്ര വിഘടിപ്പിച്ച് ADP അഡിനോസിൻ ഫോസ്ഫേറ്റുമായും മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ADP ഊർജ്ജം സംഭരിച്ച് വീണ്ടും ATP ആയിത്തീരും. ഇങ്ങനെ ഊർജ്ജ വിനിമയം നടത്തുന്നത് കൊണ്ട് ATP കോശങ്ങളിലെ ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത് ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് പഠിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറത്തിലുള്ള ആൽഗയാണ് സർഗാസം എന്ന് പറയുന്നത്. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ടു നിറത്തിലുള്ള ആൽഗയാണ് സർഗാസം. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. ഡെസ്മിഡുകളും ഗോൾഡൻ ആൽഗകളും സയാനോ ബാക്ടീരിയകളും സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി SCERT ക്വസ്റ്റ്യൻ പൂളാണ്. അതിന് മുമ്പായിട്ട് രാസസംശ്ലേഷണം നോക്കാം. കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയകൾ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയാണ് രാസസംശ്ലേഷണം. SCERT ക്വസ്റ്റ്യൻ പൂൾ നോക്കാം. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തി ചുവടെ നൽകിയ പ്രസ്താവനകളിൽ നിന്നും യോജിച്ചത് തിരഞ്ഞെടുക്കുക. അപ്പോൾ പ്രകാശഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ജലത്തിൻ്റെ വിഘടനം നടക്കുന്നത് പ്രകാശഘട്ടത്തിലാണ്. അപ്പോൾ Bയും Cയും ശരിയാണല്ലേ. പ്രകാശഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണോ? നമ്മൾ പഠിച്ചു. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നുണ്ട്. അത് കറക്റ്റാണ്. ഈ ജലത്തിൻ്റെ വിഘടനം നടക്കുന്നത് പ്രകാശഘട്ടത്തിലാണ് അല്ലേ. ഇനി താഴെ കൊടുത്തിട്ടുള്ള സഹായക വർണ്ണകമല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ വിഘടനം നടക്കുന്നത് പ്രകാശഘട്ടത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ സഹായക വർണ്ണകമല്ലാത്തത് ഏതെന്നാണ്? ഹരിതകം A, ഹരിതകം B, സാന്തോഫിൽ, കരോട്ടീൻ. അതിൽ ഹരിതകം A ആണ് സഹായക വർണ്ണകമല്ലാത്തത് അല്ലേ. ഇനി പദബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഗ്രാന പ്രകാശഘട്ടമാണ്. ഇരുണ്ട ഘട്ടമാണെങ്കിൽ ഏതാണ്? അത് സ്ട്രോമയാണ് അല്ലേ. സ്ട്രോമ ഇരുണ്ട ഘട്ടമാണ്. അപ്പോൾ ഇത്രയുമാണ് ബയോളജിയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കേരള ചരിത്രത്തിൽ നവോത്ഥാനമാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത് അല്ലേ. നമ്മളുടെ ശ്രീനാരായണ ഗുരു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഇന്ന് നോക്കുന്നത്. 1805 മുതൽ 1871 വരെയാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ജനനം 1805 ഫെബ്രുവരി 10-നാണ്. 1805 ഫെബ്രുവരി 10-നാണ് ജനനം. ജന്മസ്ഥലം കൈനകരി, ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് ജനന സ്ഥലം എന്ന് പറയുന്നത്. 1805 ഫെബ്രുവരി 10-നാണ് ജനനം കേട്ടോ. ജനനം ഉറപ്പിച്ചു വെക്കുക. 1805 ഫെബ്രുവരി 10. ജന്മഗൃഹം ചാവറ ഭവനാണ് ജന്മഗൃഹം. പിതാവ് ഐക്കോ കുര്യാക്കോസും മാതാവ് മറിയം തോപ്പിലുമാണ്. മറിയം തോപ്പിൽ. മരണം 1871 ജനുവരി 3-നാണ്. 1871 ജനുവരി 3. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയ്ക്കാണ്. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ ആയിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്.
കേരളത്തിൽ സാക്ഷരതയുടെ പിതാവാണ്. ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്. കാലത്തിനു മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. ഇനി അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറ തന്നെയാണ്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചൻ ജ്ഞാനസ്നാനം ചെയ്ത പള്ളി ചേന്നങ്കരി പാരിഷ് ചർച്ചാണ്. 1805 ഫെബ്രുവരി 17. ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് ആർത്തുങ്കൽ പള്ളി. ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829. പരിഷ്കാരങ്ങൾ. ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ 1846 കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മാന്നാനം കോട്ടയത്തും കൂനമ്മാവ് എറണാകുളവും. കേരളത്തിൻ്റെ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം 1846 സ്ഥാപിച്ചുകൊണ്ടാണ് ചാവറയച്ചൻ നവോത്ഥാനം ആരംഭിച്ചത്. അപ്പം എവിടെയാണ് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് മാന്നാനത്താണ്. ഇനി ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യ സെമിനാർ സ്ഥിതി ചെയ്യുന്നത് മാന്നാനത്ത് തന്നെയാണ്, കോട്ടയത്തിലെ മാന്നാനത്താണ്. 1833 കേരള കത്തോലിക്ക സഭയിലെ വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ്. കേരള കത്തോലിക്ക സഭയിലെ വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ്. പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചത് കൂനമ്മാവിലാണ്. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകി. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? മാന്നാനത്ത് ആദ്യമായിട്ടൊരു സംസ്കൃത സ്കൂള് വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം നവോത്ഥാനത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പിന്നെ എന്ത് സ്ഥാപിച്ചു? കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പള്ളിക്കൂടം എന്ന സമ്പ്രദായത്തിലൂടെയൊക്കെയാണ്. പെൺകുട്ടികൾക്കായിട്ട് ആദ്യ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചു അല്ലേ? എവിടെയാണ് സ്ഥാപിച്ചത്? അത് കൂനമ്മാവിലാണ്. പിന്നെ വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കാൻ നേതൃത്വം നൽകി. സെൻറ്റ് ജോസഫ് പ്രസ്. 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്നത് വാഴത്തട വിപ്ലവം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. 1846 സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത്. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് ഏതാണ്? സെൻറ്റ് ജോസഫ് പ്രസ്സാണ്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷമാണ്. വിശുദ്ധൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8. 1986 ഫെബ്രുവരി 8. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ II മാർപ്പാപ്പയാണ്, സെക്കൻഡ് മാർപ്പാപ്പയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ കൂടെ 1986 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടത് സിസ്റ്റർ അൽഫോൻസ. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23. വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത് 2014 നവംബർ 23. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ്. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ്. ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏവു പ്രാസ്യാമയാണ്. ഇനി കാർമലിറ്റീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് CMI നോക്കാം. സ്ഥാപകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMI സഭ സ്ഥാപിച്ചത് 1831 മെയ് 11 മാന്നാനം കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMI ആണ്. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ സഹകാരികൾ പാലക്കൽ തോമ മാൽപ്പനും പേരൂക്കറ തോമസ് അച്ഛനുമാണ്. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ച വർഷം 1866. അമലോത്സവ ദാസസംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ് ചോദിച്ചാൽ അത് സെൻറ്റ് ജോസഫ് പ്രസ് മാന്നാനം കോട്ടയത്താണ്. അമലോത്സവ ദാസസംഘം സ്ഥാപിച്ചത് ആരാണ്? അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. മറ്റ് വസ്തുതകൾ. സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായത് 1861. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞ സ്ഥലം കൂനമ്മാവ് കൊച്ചിയിലാണ്. ചാവറയച്ചൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സെൻറ്റ് ജോസഫ്
സെൻറ്റ് ജോസഫ് പള്ളി മാന്നാനം. സെൻറ്റ് ജോസഫ് പള്ളി മാന്നാനത്താണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1987 ഡിസംബർ 20-നാണ് അല്ലേ. അപ്പോൾ 1986 ഫെബ്രുവരി 8-നാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതെന്ന് ഓർത്തു വെക്കുക. അതിൻ്റെ അടുത്ത വർഷം 87 ഡിസംബർ 20-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് I.C. ചാക്കോവാണ്. ചാവറയച്ചനെ കുറിച്ച് എ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പാന്തപ്ലാക്കൻ. ഇനി പ്രധാന കൃതികളാണ് കൂനമ്മാവ് മഠം, നളാഗമം, ചരിത്രമാണ്, ധ്യാന സല്ലാപങ്ങൾ, നല്ല അപ്പൻ്റെ ചാവരുള്, കാനോന നമസ്കാരം, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, അനസ്താസിയയുടെ രക്തസാക്ഷിത്വം, മരണവീട്ടിൽ പാടുവാനുള്ള പാന, മാന്നാനം, നളാഗമം 1-2 വാല്യങ്ങൾ, മരണപർവം, ആത്മാനുതാപം, ചാവറയച്ചനെ കുറിച്ച് M.K. സാനു രചിച്ച ജീവചരിത്രം, ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ഇത്രയുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ അടുത്ത നവോത്ഥാന നായകനിലേക്ക് പോവുകയാണ്. ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി 1863 1941 കാലഘട്ടം വരുന്നത്. ജനനം 1863 ഓഗസ്റ്റ് 28-നാണ്. ജന്മസ്ഥലം വെങ്ങാനൂരാണ്, തിരുവനന്തപുരം വെങ്ങാനൂരാണ് കേട്ടോ. ജന്മഗൃഹം പ്ലാവത്തറ വീടാണ്. പിതാവ് അയ്യനും മാതാവ് മാലയുമാണ്. പത്നിയാണെങ്കിൽ ചെല്ലമ്മയാണ്. ബാല്യകാലനാമം കാളി എന്നായിരുന്നു. മരണം 1941 ജൂൺ 18-നാണ്. ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരിയാണ് അല്ലേ, ആളിക്കത്തിയ തീപ്പൊരിയാണ് അയ്യങ്കാളി. പിന്നെ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ ആദ്യ SC വിഭാഗത്തിൽ പെട്ടയാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911 ഡിസംബർ 5-നാണ്. 1911 ഡിസംബർ 5-നാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായിട്ട് 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 28 വർഷം പ്രജാസഭയിൽ തുടർച്ചയായിട്ട് അംഗമായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ചാലിയ തെരുവ് ലഹളയുടെ സൂത്രധാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. 1898-ലാണ്. 1898. അയ്യങ്കാളിയെ ആകർഷിച്ച ബ്രഹ്മനിഷ്ഠ വിദ്യാമഠത്തിൻ്റെ സ്ഥാപകൻ സദാനന്ദ സ്വാമിയാണ്. പരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചു. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകളിൽ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതിനുമുൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാണ്. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകൻ. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരിൽ 1905. അധകൃത വിഭാഗത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ വിദ്യാലയം SCRT പാഠപുസ്തക പ്രകാരം 1904-ആണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സമുദായ കോടതി സ്ഥാപിച്ച സ്ഥലം വെങ്ങാനൂരാണ്. വില്ലുവണ്ടി സമരം പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സമര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893-ആണ്. വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ്. അടുത്തതായിട്ട് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപകൻ അയ്യങ്കാളിയാണ്. സ്ഥാപകൻ അയ്യങ്കാളി. സ്ഥാപിതമായ വർഷം 1907. സ്ഥാപിതമായ വർഷം 1907. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ചോദിച്ചാൽ അത് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് SNDP ആണ്. SNDP ആണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായിട്ടുള്ളത്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1930.
1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗക്കാർക്ക് കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. 1913. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പന്തറ കാളി ചോതി കറുപ്പൻ. ഇന്ത്യയിൽ ആദ്യമായി ദളിത് പത്രമായി അറിയപ്പെട്ടത് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിൽ നിന്നുമാണ് സാധുജന പരിപാലിനിയെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയുടെ സ്ഥാപകൻ കേശവൻ ശാസ്ത്രിയാണ്. സാധുജന പരിപാലന സംഘം പിന്നീട് ഏത് സംഘടനയിൽ സംയോജിച്ചോ? സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ രൂപീകൃതമായ വർഷം 1942. 90-ാം ആണ്ട് ലഹള. തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്ന സമരമാണ് 90-ാം ആണ്ട് ലഹള. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്ന സമരം 90-ാം ആണ്ട് ലഹളയാണ്. ഊരൂട്ടമ്പലം സ്കൂളിൽ പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. ഊരൂട്ടമ്പലം സ്കൂളിൻ്റെ പുതിയ പേരാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. കല്ലുമാല സമരം. പിന്നോക്കജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്ര ആഭരണ ധാരണത്തിനായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ്. പിന്നോക്കജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്ര ആഭരണ ധാരണത്തിനായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളി. കല്ലുമാല സമരം നടന്ന വർഷം 1915. കല്ലുമാല സമരം നടന്നത് പെരിനാട്, കൊല്ലം. പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന സമരമാണ് കല്ലുമാല സമരം. മറ്റ് വസ്തുതകൾ. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി. തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം കൊല്ലം സമ്മേളനം 1915. അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാളാണ് 1914. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1937. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡാണ്. അയ്യങ്കാളി പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂർ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. പട്ടികജാതിയിൽ ഉൾപ്പെട്ട നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്താൻ സ്ഥാപിച്ച സ്മാരക മന്ദിരമായ അയ്യങ്കാളി വള്ളോൻ ചഞ്ചാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മരട്, എറണാകുളം. 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാളാണ് VJT ഹാള്. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്ക വർഗത്തിനു വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് KR നാരായണൻ. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല കേന്ദ്ര സർവകലാശാല, കാസർഗോഡ്. പുലയരാജ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് EK നായനാരാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ P. സനൽമോഹനാണ്. കേരള സ്പാർട്ടക്സ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അടുത്തതായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭാരതീയ മഹിളാ ബാങ്ക്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്, ന്യൂഡൽഹിയിൽ. ഈ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 96-ാം ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. 2013 നവംബർ 19. മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. മഹിളാ ബാങ്ക് ആരംഭിച്ച മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാനും ടാൻസാനിയയുമാണ് 1ഉം 2ഉം രാജ്യങ്ങൾ.
വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്ക്. കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് മണക്കാട്, തിരുവനന്തപുരം മണക്കാടിലാണ് കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ച് മുംബൈയിലാണ്. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് SBIയിൽ ലയിച്ചു. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ബിഗ് ഫോർസ് എന്നറിയപ്പെടുന്നത് ബാങ്കുകൾ SBI, ICICI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC. ICICI ബാങ്കിൻ്റെ പൂർണ്ണനാമം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. 2021 ഏപ്രിലിൽ ICICI ബാങ്ക് റീറ്റെയിൽ വ്യാപാരികൾക്കായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനമാണ് മെർച്ചൻ്റ് സ്റ്റോക്ക്. 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ICICI ആണ്. ലോകബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പാരന്റ് കമ്പനി രൂപീകൃതമായത് 1955 ആണ്. ICICI ബാങ്ക് രൂപീകരിച്ച വർഷം 1994. ഇന്ത്യയിൽ മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്കാണ് ICICI. ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്കാണ് ICICI 1998. ഇന്ത്യയിൽ ആദ്യമായി കറന്റ് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനായി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്കാണ് ICICI ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിനു വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതും ICICI തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി 2 മുതൽ 3 ലക്ഷം വരെ രൂപ കുറഞ്ഞത് 2 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന വ്യക്തികൾക്ക് 18 to 50 വയസ്സ് വരെ 1 വർഷം സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിനായിട്ട് FD ഹെൽത്ത് എന്ന പദ്ധതി ആരംഭിച്ച ബാങ്ക് ICICI ആണ്. ICICIയുടെ നിലവിലെ MD CEO സന്ദീപ് ബക്ഷിയാണ് ICICIയുടെ നിലവിലെ MD. ഇന്ത്യയിൽ ആദ്യമായി വോയിസ് ബേസ്ഡ് ഇന്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ച ബാങ്ക് ICICI ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത് 1894 മെയ് 19 1895 ഏപ്രിൽ 12 പ്രവർത്തനം ആരംഭിച്ചു. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2020 ഏപ്രിൽ 1 ശേഷമുള്ള ബാങ്ക് ലയനത്തോടെ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ് ആണ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ചു തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടി. നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ടത് 1899 1899. ദക്ഷിണേന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. 2003 നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തു. 2019 സെപ്റ്റംബറിൽ പ്രിവെന്റീവ് വിജിലേറ്റീവ് പോർട്ടൽ ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എത്രാമത്തെ വാർഷികമാണ് 2019 ആഘോഷിച്ചത്? 125ാമത് വാർഷികമാണ്. 125ാമത് വാർഷികം. 2022 ഏപ്രിൽ സ്ഥാപക ദിനത്തിന്റെ 128ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. IDBI പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് IDBI സ്വകാര്യ മേഖലാ ബാങ്കായി പുനഃസ്ഥാപിതമായത് 2019 ജനുവരി 21. IDBI ബാങ്ക് നിലവിൽ വന്നത് 1964 ജൂലൈ 1. പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപകനായ LIC IDBIയുടെ 51% ഓഹരി സ്വന്തമാക്കിയതോടെയാണ് IDBIക്ക് പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടമായത്. IDBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ഇനി ബാങ്കുകളുടെ ദേശസാൽക്കരണമാണ് പഠിക്കാൻ പോകുന്നത്. ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ആദ്യഘട്ടം 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെ. രണ്ടാം ഘട്ടം 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടം. മൂന്നാം ഘട്ടം 1991 മുതലുള്ള കാലഘട്ടം. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ധനകാര്യ മന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1970
1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വന്നു. ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചതിലേക്കുള്ള കാരണം സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിനായിട്ട്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 ജൂലൈ 19 14 ബാങ്കുകളാണ്. 1969 ജൂലൈ 19 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിന്റെ ഭാഗമായി ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയി ആചരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15 6 ബാങ്കുകളാണ്. രണ്ടാം ഘട്ടത്തിൽ 200 കോടി മൂലധനമുള്ള ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചതോടെ ബാങ്കുകളുടെ എണ്ണം 19 ആയിട്ട് മാറി. മൂന്നാം ഘട്ടത്തിന്റെ പ്രത്യേകത ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന ആശയങ്ങൾ നടപ്പിലാക്കി. 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നിവയെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചു. സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. നിലവിൽ ഇന്ത്യയുടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ആണ്. മൂന്നാം ഘട്ടത്തിൽ നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ. 2019 ഏപ്രിൽ 1 ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകളാണ് വിജയ ബാങ്കും ദേന ബാങ്കും. ബാങ്ക് ഓഫ് ബറോഡയിലാണ് ലയിച്ചിട്ടുള്ളത്. പ്രസ്തുത ലയനത്തോടെ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്കായി. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മനാട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫെഡറിക് നിക്കോൾസൺ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ട് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ തലവൻ സഹകരണ സംഘം രജിസ്ട്രാർ. കേരളത്തിന്റെ ആദ്യ പലിശരഹിത സഹകരണ സംഘമാണ് ഹലാൽ ഫായിദ കോ ഓപ്പറേഷൻ സൊസൈറ്റി കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം 1904. UN അന്താരാഷ്ട്ര സഹകരണ വർഷം 2012. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോട്. സഹകരണ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക. സഹകരണ ബാങ്കിൽ നിന്നും കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കൃഷിക്കാര്, കൈത്തൊഴിലുകാര്, ചെറുകിട വ്യവസായികൾ. സംസ്ഥാന സഹകരണ ബാങ്ക്. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകം. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം. ജില്ലാ സഹകരണ ബാങ്കുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും. പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവ്. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. കേരള ബാങ്ക്. അടുത്തതായിട്ട് കേരള ബാങ്കാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക്, കേരള ബാങ്ക്. 2019 നവംബർ 29 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുവാനുള്ള നിയമ ഭേദഗതി ബില്ല് കേരള നിയമസഭ പാസാക്കിയത് 2021 നവംബർ 3. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാനാണ് VR രവീന്ദ്രനാഥ്, മുൻ ചീഫ് ജനറൽ മാനേജർ നബാർഡ്. കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റാണ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. കേരള ബാങ്കിന്റെ CEO ആണ് PS രാജൻ. വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകൾ വികസന ബാങ്കുകളാണ്. വികസന ബാങ്കിന് ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങൾ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്കാണ് നബാർഡ്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം എക്സിം ബാങ്കാണ്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം.
പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായ ആധുനികവൽക്കരിക്കുവാനും സഹായം നൽകുന്ന ബാങ്ക് സിഡ്ബിയാണ്. മൈക്രോ ആൻഡ് സ്മാൾ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് ആണ് ക്രൈസിഡ് എക്സ്. അത് സിഡ്ബിയും ക്രൈസിലും സിഡ്ബിയും ചേർന്നിട്ട് വികസിപ്പിച്ചത്. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിതമായ ബാങ്കാണ് ഭൂവികസന ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇനി അടുത്തതായിട്ട് സൈക്കോളജിയിലെ ബോധനശാസ്ത്രത്തിലെ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ എന്നുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടാണ് അല്ലേ. ഇനി ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ. പഠനം എന്ന വാക്കിനർത്ഥം വ്യവഹാരത്തിലെ മാറ്റം എന്നാണ്. ഇത്തരം മാറ്റങ്ങൾക്ക് ഒരു കുട്ടിയിൽ ഉണ്ടാക്കാൻ ക്ലാസ് മുറിയിലെ പങ്ക് വളരെ വലുതാണ്. ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങളാണ് അധ്യാപകർ, പാഠ്യവസ്തു, പഠനാന്തരീക്ഷം. കുട്ടികൾക്ക് നല്ലൊരു പഠനാന്തരീക്ഷം സജ്ജീകരിച്ച് നൽകുക എന്നത് അധ്യാപകരുടെ ധർമ്മമാണ്. അറിവ് പകരുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധത, മുന്നറിവ്, ആശയം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അറിയുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയിൽ രണ്ടായി തിരിക്കാം: അധ്യാപക കേന്ദ്രീകൃത പഠനവും വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനവും. പഠന പ്രക്രിയയിൽ അധ്യാപകർക്ക് പ്രധാനമായും നൽകുന്ന പഠനം അധ്യാപക കേന്ദ്രീകൃത പഠനമാണ്. ലെക്ചർ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. പഠന പ്രക്രിയയിൽ അധ്യാപകർക്ക് പ്രാധാന്യം നൽകുന്ന പഠനം എന്ന് പറയുന്നത് അധ്യാപക കേന്ദ്രീകൃത പഠനമാണ്. പഠന പ്രക്രിയയിൽ കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം. ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം, ആംസ്ട്രോങ്ങിൻ്റെ ഇൻക്വയറി തിയറി, പ്രോജക്റ്റ് രീതി, ചർച്ചാ രീതി. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രായം, മുന്നറിവ്, ആരോഗ്യനില, ശ്രദ്ധ, ഓർമ്മശക്തി, പരിപക്വത, അഭിപ്രേരണ. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രായം, മുന്നറിവ്, ആരോഗ്യനില, ശ്രദ്ധ, ഓർമ്മശക്തി, പരിപക്വത, അഭിപ്രേരണ. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് കായിക പോരായ്മകൾ, അഭിപ്രേരണയുടെ സ്വഭാവം, വികസന വൈകല്യങ്ങൾ, അപസമായോജനം. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണെങ്കിൽ കായിക പോരായ്മകൾ, അഭിപ്രേരണയുടെ അഭാവം, വികസന വൈകല്യങ്ങൾ, അപസമായോജനം തുടങ്ങിയവയാണ്. പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം, കാഠിന്യം, അർത്ഥപൂർണ്ണത എന്നിവ ക്ലാസ് റൂം പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പഠന പ്രക്രിയയുടെ ഇടയിൽ ഉണ്ടാകുന്ന അനഭിലഷണീയമായ പീഡസ്ഥലികൾ മറികടക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളാണ് ആവശ്യത്തിന് ഇടവേളകൾ എടുക്കുക, പഠനതന്ത്രങ്ങൾ മാറ്റി പരിശോധിക്കുക. ക്ലാസ് റൂം പഠിതാക്കളെ 3 രീതിയിൽ തരംതിരിക്കാം: കണ്ടുപഠിക്കുന്നവർ, കേട്ടുപഠിക്കുന്നവർ, പ്രവർത്തിച്ചു പഠിക്കുന്നവർ. ബോധന തന്ത്രങ്ങൾ നോക്കാം. മറ്റുള്ളവരുടെ അറിവിലേക്കായി നടത്തുന്ന കഥനമോ സംഭവ വിവരണങ്ങളുടെ വാചിക വിവരണമോ ആയ ബോധന തന്ത്രമാണ് വിവരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയെയോ സംഭവങ്ങളെയോ വാക്കുകളെയോ ചിത്രീകരിക്കുന്ന പ്രക്രിയയാണ് വർണ്ണനം. പഠിതാക്കളുടെ ചിന്തയെ ഉത്തേജിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് വിശദാവതരണം. പാഠഭാഗത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം അതിനെ വീണ്ടും പരിശോധിക്കുന്ന മാനസിക പ്രക്രിയയാണ് പുനരവലോകനം. വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുന്നിൽ വെച്ച് തമ്മിൽ സർഗാത്മകത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതിയാണ് പാനൽ ചർച്ച. ഒരു പ്രകരണവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരങ്ങൾ, വീക്ഷണഗതികൾ, ദത്തെടുക്കൽ തുടങ്ങിയവയുടെ സ്വന്തമായ വിനിമയമാണ് സംഘചർച്ച. ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായും അഭിനയിച്ച് കാണിക്കുന്നതാണ് നാടകാവിഷ്കരണം. ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ള ജീവിത രംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനമാണ് റോൾ പ്ലേയിങ്. ബ്രെയിൻ സ്റ്റോമിങ്. സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായി യോഗം വിളിച്ചു കൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്നും വിശകലനം ചെയ്ത് ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ തലച്ചോറുകളെ ഉദ്ദീപിച്ച് ആശയങ്ങളെ കൊടുങ്കാറ്റ് പോലെ വിസ്ഫോടനം സൃഷ്ടിച്ച് പ്രശ്നത്തിന് ഉടമ്പടി പരിഹാരം കാണുകയും ചെയ്യുന്ന രീതിയാണ് ബ്രെയിൻ സ്റ്റോമിങ്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായിട്ട് യോഗം വിളിച്ചു കൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്നും വിശകലനം ചെയ്ത് ചർച്ചകൾ പങ്കെടുക്കുകയും തലച്ചോറുകളെ ഉദ്ദീപിച്ച് ആശയങ്ങളെ കൊടുങ്കാറ്റ് പോലെയുള്ള വിസ്ഫോടനം സൃഷ്ടിച്ച് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണുകയും ചെയ്യുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ്. ഇനി അടുത്തതായിട്ട് വളരെ
ചെറിയ ഗ്രൂപ്പുകളാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ഫലപ്രദമാക്കുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അലക്സ് ഫെയ്ക്കിനി ഓസ്ബോൺ ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ബസ് ഗ്രൂപ്പുകളാണ് പ്രത്യേക ആസൂത്രണം ഒന്നും കൂടാതെ തിരക്കിട്ട സംഘചർച്ചകളിലൂടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗമാണ് ബസ് ഗ്രൂപ്പുകൾ. വിദ്യാർത്ഥികൾ ആശയാവിഷ്കാര പാടവം, പ്രശ്നപരിഹാര നൈപുണി, ക്രിയാത്മക ചിന്തനം എന്നിവ വളർത്താൻ സഹായിക്കുന്നത് ബസ് ഗ്രൂപ്പുകളാണ്. അധ്യാപകൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ബോധന രീതിയാണ് ബസ് ഗ്രൂപ്പുകൾ. അടുത്തത് സിംപോസിയമാണ്. രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതാണ് സിംപോസിയം. പ്രബന്ധ അവതരണത്തിന് ശേഷം സദസ്യർക്ക് സംശയങ്ങൾ ദൂരീകരിക്കുവാനും ചർച്ചയ്ക്കുമുള്ള അവസരം ഉണ്ടായിരിക്കും. വർക്ക്ഷോപ്പ് ഒരു നൂതന രീതിയാണ്. പ്രത്യേക വിഷയങ്ങളെപ്പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയോ പ്രസംഗം നടത്തുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ് വർക്ക്ഷോപ്പ് നേതൃത്വ പാഠവും സഹകരണ മനോഭാവം വളർത്തുന്നു. വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങൾ ചോദ്യം ചോദിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗൃഹപാഠങ്ങൾ, കുറിപ്പ് തയ്യാറാക്കൽ, നിർദ്ദിഷ്ട അഭ്യാസങ്ങൾ, സൂപ്പർവൈസ്ഡ് സ്റ്റഡി. ബോധനാസൂത്രണം പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധനാസൂത്രണ രീതിയാണ് ഏകകാസൂത്രണം തയ്യാറാക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉദ്ദേശങ്ങളും സ്പഷ്ടീകരണങ്ങളും, പാഠാപഗ്രഥനം, പഠനാനുഭവങ്ങൾ, മൂല്യനിർണ്ണയം, ഒരാണ്ടിലേക്കുള്ള പാഠങ്ങളുടെ സമഗ്രമായ ആസൂത്രണമാണ് വാർഷികാസൂത്രണം. ഒരു വിദ്യാലയത്തിലെയോ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ കൂട്ടായി ചർച്ച ചെയ്തോ പല വിദ്യാലയങ്ങളിലെ അധ്യാപകർ ചേർന്നോ തയ്യാറാക്കേണ്ടതാണ് വാർഷിക ആസൂത്രണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളെ നമുക്ക് ബോധന ഘട്ടങ്ങളൊക്കെ നോക്കാം. താങ്ക്